അറക്കലിന്റെ വൈഫ് പ്രഗ്നന്റ് ആയി എന്ന് വിചാരിക്കും. അറക്കൽ പെണ്ണെട്ടിട്ടില്ല, എന്നാലും വിചാരിക്കും വൈഫ് പ്രഗ്നന്റ് ആയി എന്ന് വിചാരിക്കും. അങ്ങനെയെങ്കിൽ എൻ്റെ വൈഫിന്റെ ബോഡിയിൽ ആ ഒരു സമയത്ത് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും? അതിൻ്റെ ഉള്ളിലുള്ള കുട്ടിക്ക് കുറേ മാറ്റങ്ങൾ സംഭവിക്കും. കൈ വരും, കാല് വരും, ഹൃദയമിടിപ്പ് സ്റ്റാർട്ട് ചെയ്യും, വെയിറ്റ് കൂടും, അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷെ വൈഫിന് എന്ത് സംഭവിക്കും എന്നുള്ളൊരു ചോദ്യമാണ് അല്ലേ. ചേഞ്ചസ് ഒക്കർ ഇൻ ദ ബോഡി ഡ്യൂറിങ് ദ പ്രഗ്നൻസി. പ്രസവ സമയത്ത് സ്ത്രീയുടെ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവളുടെ ആ ഒരു മെൻസ്ട്രേഷൻ പരിപാടി ടെമ്പററി എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. മെൻസ്ട്രേഷൻ സ്റ്റോപ്സ് ടെമ്പററി, താൽക്കാലികമായിട്ട് എന്ത് ചെയ്യുന്നു, ആർത്തവം നിലക്കുന്നു. അങ്ങനെ തന്നെ എഴുതി വെക്കണം കേട്ടോ. ആർത്തവം നിലക്കുന്നു എന്ന് എഴുതി വെച്ചാൽ മാർക്കില്ല. ആർത്തവം എന്ത് ചെയ്യാണ്, താൽക്കാലികമായിട്ട് ടെമ്പററി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റോപ്പ് ചെയ്യുന്നത്. വീണ്ടും പ്രസവമൊക്കെ കഴിഞ്ഞ് കുറച്ചൊക്കെ കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് റീസ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ടെമ്പററി എന്ത് ചെയ്യുന്നു, സ്റ്റോപ്പ് ചെയ്യുന്നു എന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. രണ്ടാമത്തത് അവളുടെ ബോഡിന്റെ വെയിറ്റ് കൂടും, ഗെയിൻസ് ബോഡി വെയിറ്റ്. കാരണം പിന്നെ വയറ്റിലൊരു കുട്ടി ഉണ്ടല്ലോ, അപ്പൊ എന്തായാലും വലുപ്പം മീൻസ് വെയിറ്റ് ഒക്കെ കൂടും. ഓക്കെ, അതൊന്ന് എഴുതി വെക്കണം. ഗെയിൻസ് ബോഡി വെയിറ്റ് അഥവാ ശരീരഭാരം വർദ്ധിക്കുന്നു. മൂന്നാമത്തെ കാര്യം, ദ തിക്നെസ് ഓഫ് ദ ഇന്നർ ലൈനിങ് ഓഫ് ദ യൂട്രസ് ഇൻക്രീസസ്. അവളുടെ യൂട്രസിന്റെ ഗർഭാശയത്തിന്റെ തിക്നെസ് കൂടും, അതിന്റെ കനം കൂടും, അതിന്റെ കട്ടി കൂടും. കാരണം അതുവരെ അവളുടെ ഗർഭാശയത്തിൽ കുട്ടിയില്ല, അപ്പൊ കട്ടി വേണ്ട. പക്ഷെ പിന്നീട് കുട്ടിയുണ്ട്, അപ്പൊ കട്ടി വേണം, കനം വേണം. ഓക്കെ, പിന്നെ മാത്രമല്ല അവൾക്ക് എന്തുണ്ടാവാം, മൂഡ് സ്വിങ്സ് ഉണ്ടാവാം, മാനസിക വ്യതിയാനങ്ങൾ ഉണ്ടാവും. പ്രഗ്നൻസിന്റെ സമയത്ത് ഓരോ കാര്യത്തിനും ഒരു ഇഷ്ടമൊക്കെ ഉണ്ടാവും. ലൈക്ക് എന്താണ്, എനിക്ക് ഐസ്ക്രീം വേണം, നട്ടപ്പാതിരാക്കി എണീറ്റ് ഐസ്ക്രീം വേണം, മന്തി വേണം എന്നൊക്കെ പറയും. നിങ്ങൾ കുറേ റീലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ മൂഡ് സ്വിങ്സിന്റെ ഭാഗമാണ്, മാനസിക വ്യതിയാനങ്ങളുടെ ഭാഗമാണ്. പിന്നെ ഇമോഷണൽ സ്റ്റെബിലിറ്റി അഥവാ വൈകാരിക അസന്തുലിതാവസ്ഥ എന്ന് വെച്ചാൽ എന്താണ്, ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി മീൻസ് പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് ചൂടാവാം, അങ്ങനെ കുറെ ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി ഒക്കെ ഉണ്ടാവും ഈ ഒരു പ്രസവ സമയത്ത്. പിന്നെ അതുപോലെ തന്നെ ആങ്സൈറ്റി അഥവാ ഉത്കണ്ഠ എന്ന് വെച്ചാൽ വെറുതെ കുറെ അനാവശ്യമായിട്ട് ചിന്തിച്ചു കൂട്ടുക. അപ്പൊ ലൈക്ക് ഞാൻ പ്രസവിച്ചാൽ പ്രശ്നമാവുമോ, അല്ലെങ്കിൽ പ്രസവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ഉണ്ടാവും, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഇനി എന്തെങ്കിലുമൊക്കെ പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറ്റുമോ, അങ്ങനെ ഓവർ കൺസേൺസ്, ആങ്സൈറ്റി, ഉത്കണ്ഠ ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ പ്രസവ സമയത്ത് ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളാണ്. അപ്പൊ ഈ ഒരു മാറ്റങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. പ്രധാനമായിട്ടും ഈ ഒരു മാറ്റങ്ങൾ ഇതാണ് ടെക്സ്റ്റ് ബുക്കിൽ സ്ട്രെസ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് ജസ്റ്റ് ഒരു വരിയിലും ജസ്റ്റ് ചെറുതായിട്ട് മെൻഷൻ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഈ ഒരു പോയിന്റുകൾ, ബോഡി വെയിറ്റ് കൂടുന്നു, തിക്നെസ് ഓഫ് ദ യൂട്രസിന്റെ ആ തിക്നെസ് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു, മെൻസ്ട്രേഷൻ സ്റ്റോപ്സ് ടെമ്പററി, ആർത്തവം താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ആവുന്നു എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ സീ യു സൂൺ. ഇത് നിങ്ങളുടെ സ്വന്തം അറക്കൽ.